ശരി, ശ്രീ കേണൽ എസ് ഡിന്നി, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന മോക്ക് ഡ്രില്ലിന്റേതാണ്. ഇത് പാകിസ്ഥാനെ ഏതായാലും പാകിസ്ഥാൻ എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന കാര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണല്ലോ. അപ്പോൾ അവരെ മുൾമുനയിൽ നിർത്തുവാനുള്ള ഒരു തന്ത്രം കൂടിയാണോ ഇത്, അതോ താങ്കൾ കരുതുന്നത് ആസന്നമായിരിക്കുന്ന ഒരു യുദ്ധമാണോ? ശ്രീ മഞ്ജുഷ്, വളരെ ശരിയായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഞാൻ കാണുന്നതും ഇത് 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പം ഈ സിവിൽ ഡിഫൻസ് പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തത്. ഒന്ന്, തീർച്ചയായിട്ടും നേരത്തെ ഗോകുമാർ സാർ പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അത് നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അവരും എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിക്കാതിരിക്കത്തില്ല. കാരണം അവിടെയും സൈന്യമുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, അവർക്കും ആവശ്യത്തിനുള്ള മിസൈൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വലിയൊരു തിരിച്ചടി നൽകുമ്പോൾ 100 മിസൈൽ അങ്ങോട്ട് വിട്ടാൽ 1-2 മിസൈലെങ്കിലും മിനിമം അവർ ഇങ്ങോട്ട് വിടുമല്ലോ. അതിനകത്ത് നമുക്ക് യാതൊരു സംശയവും വേണ്ടാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒന്ന്. രണ്ടാമതായിട്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതെ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നം സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞു ഈ 12-13 ദിവസം കൊണ്ട്. അത് സാമ്പത്തികമായിട്ടായാലും ശരി, നയതന്ത്ര ലെവലിലായാലും ശരി, സാമൂഹികമായിട്ടായാലും ശരി, ഇന്റർണൽ സെക്യൂരിറ്റി വൈസ് ആയാലും ശരി, ധാരാളം പ്രശ്നങ്ങൾ ഓൾറെഡി പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലത്തും കലാപങ്ങളും അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട്സ് നമ്മളടുത്ത് വരുന്നുണ്ട്. വെള്ളത്തിന്റെ വലിയൊരു ഇഷ്യൂ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബും സിന്ധും പ്രൊവിഷനിൽ ഓപ്പൺ ആയിട്ട് അവിടെ തെരുവ് ക്ലാഷസ് നടക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ബലൂചിസ്ഥാനിൽ സൈനികരായിട്ടുള്ള 6 പേരെ ഇൻക്ലൂഡിംഗ് 1 മേജർ അവരെ ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് അവരെ ഇല്ലാതാക്കി അല്ലെങ്കിൽ വധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ടോട്ടലി ഒരു ഇറാഷണൽ രാജ്യമാണ്. അതായത് അവർ എന്ത് ചെയ്യുമെന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത, ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ വിവേകമോ ഉപയോഗിക്കാത്ത ഒരു രാജ്യമാണ്. അങ്ങനെ ചിലപ്പോൾ അവർ തന്നെ പണ്ട് പലപ്പോഴും ഗോകുമാർ സാറിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, 71-ൽ നമ്മളല്ല സ്റ്റാർട്ട് ചെയ്ത വാർ, അവരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. 65-ലും നമ്മളല്ല തുടങ്ങിയത്, അവരാണ് ചെയ്തത്. അപ്പൊ അതേപോലെ ഒരു പ്രീഎംപ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ചിലപ്പം പാകിസ്ഥാൻ ചെയ്യാം. കാരണം അവരുടെ ദയനീയമായിട്ട് അവസ്ഥയിൽ ഭാരതം ഒന്നും ചെയ്യുന്നതുമില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവർ ചെയ്യാം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആളുകളെയൊക്കെ ഒന്ന് ഇതിനെ അലേർട്ട് ആക്കണം. മൂന്നാമതായിട്ടാണ് ശ്രീ മഞ്ജുഷ് പറഞ്ഞ കാര്യം, നമ്മൾ എന്തായാലും ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഈ ആക്ഷൻ എത്രമാത്രം പ്രൊലോങ് ചെയ്യാൻ പറ്റും, അത്രമാത്രം വേദന പാകിസ്ഥാന്റെ ഉള്ളിൽ കാണും. അപ്പൊ ഇങ്ങനത്തെ ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നതിന് തന്നെ ഒരു മെസ്സേജ് പാകിസ്ഥാനിൽ പോകുന്നത് നമ്മൾ എന്തോ വലുത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു എന്നാണ്. അത് അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെയുള്ള ഓരോ ആക്ഷൻസും ഓരോ മെസ്സേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഭാരതത്തിന്റെ ഉള്ളിൽ. അത് പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ഓരോ സേനാ വിഭാഗ ചീഫിനെ കാണുന്നാലും ശരി, ഡിഫൻസ് സെക്രട്ടറി കാണുന്നു, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ കാണുന്നു, ഹോം മിനിസ്ട്രി വേറെ ആളുകളെ കാണുന്നു. അങ്ങനെ ഓരോ മീറ്റിംഗ്സും ഓരോ ഡിസിഷൻസ് എടുക്കുന്നതും ഓരോ സ്റ്റെപ്പാണ്. അപ്പൊ ആ മെസ്സേജ് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ നാളത്തെ അല്ലെങ്കിൽ 7th വേണ്ടിയുള്ള ആ പ്രിപ്പറേഷനും ഒരു മെസ്സേജാണ്. നമ്മൾ തയ്യാറെടുക്കുന്നു. നമ്മൾ ഒരു നാച്ചുറലി 71 കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഈ ആക്ടിനെ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിനെ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ കാണും എന്നുള്ള ഒരു കാര്യം പാകിസ്ഥാനിലേക്ക് പോകും. അപ്പൊ ഈ 3 കാരണങ്ങളിൽ കൊണ്ടാവാം, ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവാം നമ്മളിപ്പം ഈ ഒരു ആക്ഷൻസ് എടുക്കുന്നത്. പക്ഷെ അണ്ടർലൈനിങ് ഫാക്ടർ ഒന്നാണ്, തീർച്ചയായിട്ടും നമ്മളെ ആളുകൾ കെയർഫുൾ ആയിരിക്കണം. നമ്മളെ ഭാരതീയരായിട്ടുള്ള സിറ്റിസൻസ് അറിയണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ് ഇതിന്റെ അണ്ടർലൈനിങ് ഫാക്ടർ തന്നെയാണ്. അതിനകത്ത് സംശയം. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇതേക്കുറിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പൊതുജനങ്ങൾ സഹകരിക്കണം എന്നുള്ള കാര്യമാണ്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സഹകരിക്കണം എന്നുള്ള കാര്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണം, പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരമൊരു മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഇന്ന് തന്നെ പല നഗരങ്ങളിലും ഇത്തരത്തിലുള്ള മോക്ക് ഡ്രിൽ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീ സേനാപതി വേണു, രാജ്യം ഒരു